Welcome to Statistical Mechanics, Part 17. നമ്മൾ 3 ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല കണ്ടു. ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ, പിന്നെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൽ ബോസ് ഐൻസ്റ്റൈൻ ഫെർമി ഡിറാക്. ഇനി ഇതിൻ്റെ ചർച്ചകളാണ്. എന്താണ് ഈ അത് ഈ ഡെറിവേഷൻ നടത്തുമ്പോൾ എനിക്ക് കൂടുതൽ കോൺസെപ്റ്റിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ടൈമിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ ഡിസ്കഷൻ കോൺസെപ്റ്റ്സൊക്കെ കൂടുതൽ പിന്നീട് ഞാൻ ചർച്ചയ്ക്ക് മാറ്റിവെക്കുന്നു. എന്താണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, എന്താണ് അതിൻ്റെ ഉപയോഗം, ഇതെല്ലാം ഒന്നറിയണം. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. നമുക്കറിയാം, ഒരു സിസ്റ്റം സൗകര്യത്തിന് വേണ്ടി ഗ്യാസ് ആയിക്കോട്ടെ, നമുക്കറിയാം ഗ്യാസ് അതിൻ്റെ ചില പ്രത്യേക സ്വഭാവങ്ങൾ പുറത്ത് കാണിക്കും. അത് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. നമ്മൾ തിരഞ്ഞെടുക്കും. എക്സാമ്പിൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഇതിനെ നമ്മൾ മാക്രോ ക്വാണ്ടിറ്റീസ് അല്ലെ മാക്രോ വേരിയബിൾസ് എന്നാണ് വിളിക്കുക, അല്ലെ ഗ്രോസ് ബിഹേവിയർ ഓഫ് ദി ഗ്യാസ് എന്ന് പറയും, ഗ്യാസ് മൊത്തത്തോടെ. പക്ഷേ ഈ ഗ്രോസ് ബിഹേവിയറിൻ്റെ ഉള്ളിൽ ചില കളികളുണ്ട്. ഗ്യാസ് മോളിക്യൂൾസും ആറ്റംസും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഈ മോളിക്യൂൾസ് ഗ്യാസിനുള്ളിൽ കടന്ന് ഓട്ടവും ചാട്ടവും ബഹളവും വിപരീതവും കാണിക്കുന്നുണ്ട്. ഈ മോളിക്യൂൾസിൻ്റെ പൊസിഷൻ, സ്പീഡ്, കൈനറ്റിക് എനർജി, ഇതെല്ലാം അവിടെ ഉണ്ട്. ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിനെയൊക്കെ നമ്മൾ മൈക്രോ വേരിയബിൾസ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു പ്രത്യേക ഗ്യാസിൻ്റെ പ്രത്യേക അവസ്ഥയിൽ ഈ മോളിക്യൂൾസ് അതിന് എത്ര മൊമെൻറ്റം ഉണ്ട്, എത്ര മൊമെൻറ്റത്തോടെ എത്ര എനർജി ഉണ്ട്, ഇത് അതിൻ്റെ വെസലിൻ്റെ ഭിത്തിയിൽ വന്ന് എത്ര ശക്തിയായിട്ടിരിക്കുന്നു, ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു പ്രത്യേക പ്രഷർ, വോളിയം, ടെമ്പറേച്ചറൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ മോളിക്യൂൾസ് ആയിട്ട് ബന്ധപ്പെട്ട പ്രത്യേക കൈനറ്റിക് എനർജി, മൊമെൻറ്റം, കുന്തവും കുടച്ചക്രവും ഒക്കെ ഉണ്ടാവും. ഇതിനെ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുക. കുറേ മോളിക്യൂൾസ് പ്രത്യേക എനർജിയിലുണ്ടാവും, മറ്റൊരു സെറ്റ് മോളിക്യൂൾസ് മറ്റൊരു എനർജി വാല്യൂവും മൊമെൻറ്റം വാല്യൂവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുക. ഈ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് ഈ ഗ്രോസ് ബിഹേവിയർ ഉണ്ടാവുക. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇപ്പോൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് തിയറി ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെ ഒരു ആദ്യ രൂപം എന്ന് പറയുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് P = 1/3 റോ CRMS സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പ്രഷർ മാക്രോ വേരിയബിളാണ്. നേരെ മറിച്ച് പ്രഷറും അവിടെ ഡെൻസിറ്റി റോ. വെലോസിറ്റി, RMS വെലോസിറ്റി എന്ന് പറയുന്ന മൈക്രോ വേരിയബിളാണ്. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ പ്രഷറും ഒക്കെ മെഷർ ചെയ്യാം. അപ്പോൾ ഈ മെഷർ ചെയ്യാവുന്ന മാക്രോ ക്വാണ്ടിറ്റികളെ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മൈക്രോ വേരിയബിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് P = 1/3 റോ C² ബാർ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം ഗ്രോസ് ബിഹേവിയറും നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അത് പഠിച്ചാൽ ഈ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, മാറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഏതൊക്കെ മോളിക്യൂൾസ്, ഇപ്പോൾ നമുക്കൊരു RMS വെലോസിറ്റി കണ്ടുപിടിച്ചു, RMS സ്പീഡ്,
ഗ്യാസിൻ്റെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ അതിൻ്റെ RMS സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഈ RMS സ്പീഡ് അറിഞ്ഞതുകൊണ്ട് എത്ര മോളി ഇപ്പോൾ RMS വെലോസിറ്റിയുടെ 4 ഇരട്ടി വെലോസിറ്റിയുള്ള സ്പീഡുള്ള എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി സ്പീഡുള്ള എത്ര പാർട്ടിക്കിളുണ്ട്, ഇതൊന്നും നമുക്ക് അറിയാൻ ഒരു മാർഗവുമില്ല. ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യും. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ആയിട്ട് പ്രയോഗം. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനർജി പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് എ മോളിക്യൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 1/2 kT. ആ എനർജി എന്നുള്ള ഒരു മൈക്രോ വേരിയബിളാണ്, മോളിക്കുലാർ എനർജി. ടെമ്പറേച്ചർ മാക്രോ വേരിയബിളാണ്, ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെയും മാക്രോവും മൈക്രോവും തമ്മിൽ കണക്ഷൻ വരിക. മാക്രോ നമുക്ക് പഠിക്കാൻ എളുപ്പം, അതുപയോഗിച്ച് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് മൈക്രോയിലോട്ട് കയറാം. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ നിവൃത്തിയില്ല. അവിടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കയറി വരുന്നത്, പ്രോബബിലിറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്കറിയാം, പ്രകൃതിയിലെ ഏത് നാച്ചുറൽ പ്രോസസ്സും ഇക്വിലിബ്രിയത്തിലേക്കുള്ളൊരു പ്രയാണമാണ്. ഇപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് റോഡിൻ്റെ ഒരു എൻഡ് ഹോട്ടും മറ്റേ എൻഡ് കോൾഡുമാണെങ്കിൽ ആ സ്റ്റേറ്റ്, അതിനകത്തെ ഈ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന അല്ലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കിയ അല്ലെ ഈ ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിക്കിൾസ്, ഫ്രീ ഇലക്ട്രോൺസ് ആവോ എന്തും ആയിക്കോട്ടെ, ഇതിൻ്റെ പ്രത്യേക പെരുമാറ്റം നടക്കുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഹോട്ട് എൻഡിൽ നിന്നും കോൾഡ് എൻഡിലേക്ക് ഹീറ്റ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ മാറിക്കൊണ്ടിരിക്കുക, അതിനകത്തെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ മാറുക ഈ കണ്ടക്ഷൻ നടക്കുമ്പോൾ. പക്ഷേ അത് സ്ഥിരമല്ല, അത് മാറിക്കൊണ്ടിരിക്കുക. എപ്പോഴായി നിൽക്കുക? ടെമ്പറേച്ചർ ആ റോഡിൻ്റെ യൂണിഫോം ആകുന്നിടം വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതുവരെ പ്രോബബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണോ അതൊന്നും ശാശ്വതമല്ല. പക്ഷേ ടെമ്പറേച്ചർ യൂണിഫോം ആയി കഴിയുമ്പോൾ അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രത്യേക രീതിയിലെത്തും, അതിന് പിന്നെ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഇക്വിലിബ്രിയത്തിലെത്തി, തെർമൽ ഇക്വിലിബ്രിയത്തി എന്ന് നമ്മൾ പറയും. ഈ തെർമൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ, ആ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി മാക്സിമം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി പിന്നീട് അങ്ങോട്ട് മാറുന്നില്ല, കൂടുന്നുമില്ല, കുറയുന്നില്ല. അപ്പോൾ അത് മാക്സിമത്തിലെത്തി നിൽക്കും. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ അതാണ് ഇക്വിലിബ്രിയം ആണ് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് ഏതോ ഇക്വിലിബ്രിയം അന്വേഷിച്ചാൽ. ആ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രത്യേക അവസ്ഥയിലെത്തും. ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കും ഫോർ ഇൻഫൈനൈറ്റ് ടൈം, മറ്റ് എഫക്ട്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി, ആ ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആകുക എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം ആയി എന്നർത്ഥം. ഇപ്പം ഞാൻ തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ കേസ് മാറ്റി പറഞ്ഞു. തെർമൽ ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ കൂടുതൽ തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും കൂടുതൽ അപ്ലൈ ചെയ്യാറുള്ളത്. അവിടെ ഉണ്ട്, മറ്റ് എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെയാണ് പ്രോബബിലിറ്റി. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുലയൊക്കെ ഡിറൈവ് ചെയ്തപ്പോൾ പ്രോബബിലിറ്റിയുടെ മാക്സിമം എടുത്താണല്ലോ പിന്നീട് അങ്ങോട്ട് ഡെറിവേഷൻ നടത്തുന്നത്. അപ്പോൾ മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, അത് പെർമനൻ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ എന്നർത്ഥം. ഇനി ഇതിനകത്ത് മൈക്രോ മാക്രോ, അത് ഏതിപ്പോൾ ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ പറഞ്ഞു. ഇതുപോലെ മെറ്റൽസിൻ്റെ കേസിൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ഷൻ, അതുപോലെ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇതേപോലെ സെമി കണ്ടക്ടിവിറ്റി, ഇതെല്ലാം
ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കൊണ്ട് കൈകാര്യം ചെയ്യാം. ഇവിടെ എല്ലാം മൈക്രോയും മാക്രോയും തമ്മിലുള്ള കണക്ഷനാണ് വരിക. നമ്മൾ പഠിച്ച ഡിസ്ട്രിബ്യൂഷൻ ഫോർമുലയിലെല്ലാം മൈക്രോ വേരിയബിൾസ് ഉണ്ട്, ഒരു മാക്രോ വേരിയബിളും ഉണ്ട്, ടെമ്പറേച്ചർ. നമ്മളിപ്പോൾ 3 ഫോർമുല കണ്ടു. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ മാക്രോയിലേക്ക് എത്തിച്ചേരുക. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ്, ഇതെല്ലാം മെഷറബിളാണ്, മാക്രോ ക്വാണ്ടിറ്റീസാണ്. ഈ സ്പെസിഫിക് ഹീറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ പദാർത്ഥങ്ങളുടെ ഉള്ളിലേക്ക് നമുക്ക് ഒളിനോട്ടം നടത്താം. നമ്മുടെ ഒബ്സർവേഷൻ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് മൈക്രോ സ്ട്രക്ചറിനെ പറ്റി നല്ല ബോധ്യമുണ്ടാകും. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ അടിസ്ഥാനത്വം. ഇതിൽ മോളിക്യൂൾസ്, ആറ്റംസിനകത്ത് ഇലക്ട്രോൺസ്, ഇവിടെ മോളിക്യൂൾസും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും പ്രോബബിലിറ്റി എല്ലാമായിട്ട് ബന്ധപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷേ ഇലക്ട്രോൺസും അതുപോലെ തന്നെ റേഡിയേഷൻ്റെ ഒക്കെ അല്ലെ ഫോട്ടോണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അവിടെ അനുസരിക്കാതെ വരികയും ചില ക്വാണ്ടം റൂളുകളൊക്കെ ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് മോഡിഫൈ ചെയ്യേണ്ടി വന്നു. അതാണ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, ബോസ്-ഐൻസ്റ്റൈൻ ആൻഡ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആദ്യം ഒന്ന് കാണാം. ബാക്കി ഡിസ്കഷൻസ് അടുത്ത പോസ്റ്റിംഗ് വരും. കമ്പാരിസൺ കൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നീട് ഇത് തെർമോഡൈനാമിക്സിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം ഓരോരോ പോസ്റ്റിങ്സായിട്ട് വരും ക്വസ്റ്റ്യൻ രൂപത്തിൽ. അതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ലീഡ് ടു ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ ഈ ഡീജനറസിയും നമുക്ക് ഈ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല എടുക്കുമ്പോൾ ഡീജനറസിക്ക് എന്താണ് സ്ഥാനം, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്, ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ റോൾ എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത പോസ്റ്റിങ്സിലൊക്കെ ഞാൻ ചർച്ച ചെയ്യാം. അപ്പോൾ 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല ഇനിയൊന്ന് കമ്പയർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ നടത്തിയത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്നുള്ളതിൻ്റെ ഒരു ജനറൽ ഐഡിയ തന്നു. അത് ഈ സബ്ജക്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഇനി 3 ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല ഇനി എവിടൊക്കെ അപ്ലൈ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം, മറ്റ് ചില കാര്യങ്ങൾ, തെർമോഡൈനാമിക്സുമായിട്ട് ഇതിൻ്റെ ബന്ധം, മറ്റ് റേഡിയേഷൻ ഫോർമുല, ഇതെല്ലാം ഇതിനകത്ത് വരും. അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ അനുസരിച്ച് ഓരോ സെമസ്റ്ററിലും ഒക്കെ അയക്കാം. ഐ എം നോട്ട് ബോതേഡ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റിങ്സിൽ നിന്ന് ഉപയോഗിക്കുക. ജനറലായിട്ടും എനിക്ക് പോസ്റ്റിംഗ് കൊണ്ടുപോകാനേ പറ്റൂ. പലരും എഴുതി അതിനെ മെയിൽ അയക്കാറുണ്ട്, ഇന്ന ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരു സമയത്ത് ഒത്തിരിയേറെ ബ്രാഞ്ചസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. പോസ്റ്റിങ്സിൻ്റെ ഫ്രീക്വൻസി കുറയും, നീണ്ട സമയം കാത്തിരിക്കേണ്ടി വരും. ആദ്യമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പോസ്റ്റിംഗ് വരെ ഞാൻ ഗ്രാജുവലായിട്ട് എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഉള്ള പോസ്റ്റിങ്സിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഓരോരുത്തർ ആവശ്യപ്പെടുന്നത്. അത് നിങ്ങൾ പരിശോധിച്ച് 1000 എബവ് 1000 പോസ്റ്റിങ്സ് ഞാൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ +1ഉം +2ഉം കണ്ടിരിക്കണം പോസ്റ്റിങ്സ്, എങ്കിലേ നിങ്ങൾക്ക് അത് മൊത്തത്തോടത് ബെനഫിറ്റ് ചെയ്യത്തുള്ളൂ. +1ഉം +2ഉം കണ്ടുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കാനില്ല, ഗുണമേ ചെയ്യൂ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഇപ്പോൾ ഈ ഡിഗ്രി ലെവലായാലും MSc ലെവലായാലും പഠിക്കേണ്ട അത് കുറേ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. +1ഉം +2ഉം പോസ്റ്റിങ്സ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ. താങ്ക് യു.